നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹമേറിയ ഈ നല്ല പ്രഭാതത്തിൽ ആ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെയും ഈ കാവോ പ്രയർലാൻഡിന്റെ ഭാഗമായി തീരുവാൻ ഇന്ന് പകൽ സർവശക്തനായ ദൈവം എന്നെയും കൂട്ടി വരുത്തിയല്ലോ. കഴിഞ്ഞ ചില നാളുകൾ ഇതിൻ്റെയോടൊപ്പം ചേരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ശുശ്രൂഷിക്കുവാനും കർത്താവ് അവസരം നൽകി. ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം. ചിലപ്പോൾ തന്നെ അങ്ങനെ അവസരങ്ങൾ നൽകിയ ദേവദാസന്മാര്, ദൈവജന സ്നേഹിതനായിരിക്കുന്ന ബഹുമാന കർത്താവ് ദാസൻ ഏകരാജൻ പാസ്റ്റർ, എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാർ, ദേവദാസന്മാർ ഏവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഘട്ടങ്ങളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നാം ആയിരിക്കുന്നത്. നിനക്കാത്ത നാഴികയിൽ കടന്നു വരുന്ന അനർത്ഥങ്ങൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ജില്ലയുടെ വടക്കേറ്റത്ത് വയനാട് ജില്ലയിൽ നടന്ന ദുരന്തം നമ്മൾ അറിയുകയും കാണുകയും ചെയ്തവരാണ്. നമ്മളെല്ലാ ദൈവമക്കളും അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവർ, തങ്ങളുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്ന നിലവാരത്തിൽ അവിടെ ആർത്തലച്ചുവെന്ന ആ ഉരുൾപൊട്ടൽ ഇന്നും അനേകർ എവിടെയാണ് തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം അനേകരെ തിരഞ്ഞുകൊണ്ട് ക്യാമ്പുകളിലും മറ്റു സ്ഥലങ്ങളിലും നടക്കുന്ന പ്രിയപ്പെട്ടവർ, ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതിന് മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ അവസരത്തെ സ്തോത്രം ചെയ്യുകയും നമുക്ക് ദൈവം ദുഃഖത്തിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവഴുത്തിലേക്ക് നമുക്ക് തിരിയാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവതിരുനാമത്തിന് സ്തോത്രം. എബ്രായ ലേഖനം വിശ്വാസവീരന്മാരുടെ ഒരു പട്ടികയാണ് 11-ാം അധ്യായം. ഈ അനുഗ്രഹിക്കപ്പെട്ട ലേഖനത്തിന്റെ അകത്തളങ്ങളിൽ അനേക ആത്മീയ സത്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ലേഖനത്തിന്റെ ഒരു വാക്യം വായിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരും പ്രസംഗിക്കേണ്ടി വരും. വിശ്വാസം എന്തെന്ന് തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് കരയേറിപ്പോയ വിശുദ്ധന്മാരുടെ ചരിത്രങ്ങളെ പരാമർശിക്കുന്ന വേദഭാഗമാണ് 11-ാം അധ്യായം. നമുക്കൊരു പ്രചോദനമായിട്ട്, നമുക്കൊരു ഉറപ്പായിട്ട്, നമുക്കൊരു പ്രോത്സാഹനമായിട്ട് ഈ 11-ാം അധ്യായത്തെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ, മടുപ്പുണ്ടാകുമ്പോൾ നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നാം കാണുന്ന, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസവീരന്മാരെ അവരെ നമ്മൾ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. നാം വായിച്ചത് ഹാനോക്കിനെ കുറിച്ചാണ്. ഹാനോക്ക് വേദപുസ്തകത്തിൽ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. ഹാനോക്ക് എന്ന വാക്കിന്റെ അർത്ഥങ്ങളിൽ ഒന്ന് സമർപ്പിക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. സമർപ്പിക്കപ്പെട്ടവൻ 365 വർഷക്കാലം ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. ആദാമിന്റെ കൊച്ചുമകനായിട്ട് നമ്മൾ തിരുവഴുത്തിൽ കാണുന്നത് ഹാനോക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏദൻ പൂങ്കാവനത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കി വെച്ച ആദം അവ്വ ദമ്പതിമാർ ഏദന്റെ അകത്ത്, ദൈവ സാന്നിധ്യമുള്ള ഏദന്റെ അകത്ത് പരാജയപ്പെട്ടപ്പോൾ ഏദന് പുറത്ത് ദൈവത്തോടുകൂടി നടന്ന വിശ്വാസം തെളിയിച്ചവനാണ് ഹാനോക്ക്. ദൈവ സാന്നിധ്യമുള്ള, ദൈവ സംസർഗമുള്ള ഏദന്റെ അകത്ത് പരാജയപ്പെട്ട ആദം അവ്വ ദമ്പതികൾ ജീവിച്ചിരിക്കുമ്പോൾ ഏദന് പുറത്ത് ദൈവത്തോടുകൂടി നടന്ന് വിശ്വാസം തെളിയിച്ചവനാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. 7 തലമുറയിൽ നോക്കിയാൽ ഏറ്റവും കുറച്ച്, ഈ 7 തലമുറയിൽ ഏറ്റവും കുറവ് വയസ്സ് ജീവിച്ച ഒരു വ്യക്തി ഹാനോക്ക. 7 തലമുറ എടുക്കുമ്പോൾ അതിൽ 930 വർഷത്തെ ആദത്തിന്റെ ജീവിതത്തെയും അപ്പോൾ തന്നെ 969 മെഥുശലഹിനെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനിടക്ക് നോക്കിയാൽ
ഏറ്റവും കുറവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാനോക്ക 365. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നവർ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. എത്ര വർഷം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, എത്ര നാൾ ഞാൻ ഈ ഭൂമിയിലായിരുന്നു എന്നുള്ളതല്ല, ഞാൻ ആയിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ടായോ എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദത്തിന്റെയും അതുപോലെ താഴോട്ട് വരുമ്പോൾ ശേത്തിന്റെയും എനേസിന്റെയും മഹലേലിന്റെയും യാരദിന്റെയും അവരുടേതായിരിക്കുന്ന കാലഘട്ടം പരിശോധിക്കുമ്പോൾ, ആയുസ് പരിശോധിക്കുമ്പോൾ, ഇവിടെ ഹാനോക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്. പക്ഷെ കുറച്ചു വർഷമാണ് ജീവിച്ചിരുന്നതെങ്കിലും ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമുക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നാം പ്രയോജനപ്പെട്ടോ എന്നുള്ളതാണ് നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. 7 തലമുറയിൽ ഏറ്റവും കുറച്ച് ജീവിച്ചവനായിരിക്കുന്ന ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നാണ് നാം ആ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ദൈവത്തിനെ എങ്ങനെ പ്രയോജനപ്പെട്ടുവെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അനേകം വർഷം ജീവിച്ചിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരൊക്കെയാണെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനം ഉണ്ടാകണം. ഇന്ന് അനേകായിരങ്ങൾ ദീർഘായുസോടുകൂടി ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രയോജനമില്ലാതിരിക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന് പ്രയോജനപ്പെട്ടവരായി നിൽക്കുവാൻ ഈ പകൽ നമ്മളേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തരുന്ന ആയുസ്സിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിന് പ്രയോജനപ്പെട്ട നിലവാരത്തിൽ ജീവിച്ചു മുന്നോട്ട് പോവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഹാനോക്ക് സമർപ്പിക്കപ്പെട്ടവൻ, ദൈവത്തോടുകൂടെ നടന്നവൻ. നമുക്കറിയാം, ഹെബ്രായ ലേഖനക്കാരൻ പറയുമ്പോൾ 11-ാം അധ്യായത്തിൽ 3 വാക്യങ്ങളാണ് പറയുന്നത്. അവൻ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ട് ദൈവം അവനെ എടുത്തുകൊണ്ടത് കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 365 വർഷത്തെ ജീവിതം, അത് നമുക്കറിയാം. 300 വർഷവും ദൈവത്തോടുകൂടി ജീവിച്ചവനാണ് ഹാനോക്ക്. 300 വർഷവും ദൈവത്തോടുകൂടി ജീവിച്ച ഹാനോക്കിന്റെ ജീവിതത്തിൽ 3 വാക്യങ്ങളിലാണ് അവന്റെ ജീവിതത്തിന്റെ ആ സാക്ഷ്യം ഒതുക്കിയിരിക്കുന്നത്. 3 വാക്യങ്ങളിൽ 300 വർഷത്തെ ജീവിതം 3 വാക്യങ്ങളിൽ ഒതുക്കിയെന്ന് പറയുമ്പോൾ ആ 3 വാക്യത്തിന്റെ അകത്ത് അവന്റെ 300 വർഷത്തെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞാലും പലരും ഒന്നും ചെയ്യാത്തവർ, ഒരു പ്രയോജനവും ചെയ്യാത്തവർ മണിക്കൂറുകൾ സാക്ഷ്യം പറയുമ്പോൾ 300 വർഷത്തെ ജീവിതം 3 വാക്യത്തിൽ ദൈവാത്മാവ് ഒതുക്കി വെക്കുകയാണ്. നമ്മുടെ ജീവിതം സാക്ഷ്യങ്ങൾ നമുക്ക് നീട്ടിപ്പരത്തി പറയുവാനുണ്ടെങ്കിലോ നമ്മെക്കുറിച്ച് കർത്താവ് പറയുന്ന സാക്ഷ്യം, നമ്മെക്കുറിച്ച് നാം പറയുന്ന സാക്ഷ്യമല്ല, നമ്മെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്. ഇവിടെ ഹാനോക്കിന്റെ ജീവിതം 300 വർഷവും ദൈവത്തോടുകൂടി നടന്നെന്ന് പറഞ്ഞിട്ടും 3 വാക്യത്തിൽ ഒതുക്കി നിർത്തിയ കാരണം സകല മഹത്വവും കർത്താവിന്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മഹത്വവും നമ്മുടെ കർത്താവിന് കൊടുക്കാം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടന്നത് കൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. അവന്റെ ജീവിതം മുഴുവനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും ദൈവത്തിന് ലാഭകരമായിരുന്നു, അല്ലെ? ഒരു ശവക്കൊഴി വെട്ടാതെ പോലും ഹാനോക്കോട് മാറിപ്പോയി. ഒരു കർമ്മങ്ങളും യാഗങ്ങളും ഒന്നും ഹാനോക്ക് അതിനുശേഷം ഹാനോക്കിന് വേണ്ടി ചെയ്യേണ്ടി വന്നില്ല. മുഴുവൻ ലാഭമായിരുന്നു. ഇപ്പൊ കർത്താവിനോട് കൂടെ നടന്നാൽ ഒരു ലാഭമായിരിക്കുന്ന ജീവിതമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ നമുക്ക് നിരത്തുവാൻ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതം ലാഭം തന്നെയാണ്. വേദപുസ്തകത്തിന്റെ അകത്തളങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാണുവാൻ സാധിക്കുന്നത്, യൂദായുടെ ലേഖനം നാം വായിക്കുമ്പോഴും യൂദാ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യത്തിൽ, ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് ഇത് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തിയുടെ പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും
1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു. ഏഴാമനായ ഹാനോക്ക്. അങ്ങനെ വേദപുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ പരിചയപ്പെടുത്തുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ഒന്നിലധികം ഹാനോക്കുമാര് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നിലധികം പേരുകൾ വരുമ്പോൾ, നമുക്കറിയാം നമ്മുടെ നാട്ടിലാണെങ്കിലും ഒന്നിലധികം പേരുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒന്നെങ്കിൽ അപ്പന്റെ പേര് കൂട്ടി പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും നിക് നെയിം പറയാറുണ്ട്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഏതിന് കിഴക്കൻ നോദ് ദേശത്ത് നിന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. നോക്കണം പ്രിയപ്പെട്ടവർ, തെറ്റിദ്ധരിക്കപ്പെടല്ലേ. നമുക്കറിയാം മറ്റും ഒരു ഹാനോക്ക് കൂടി ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ ഹാനോക്കിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ വായിക്കുന്ന നമ്മുടെ വിശ്വാസവീരനായിരിക്കുന്ന ദൈവത്തോടുകൂടുന്ന ഹാനോക്ക് ആണോ എന്ന് സംശയിക്കും. അതുകൊണ്ടാണ് യൂദ വ്യക്തമായി എടുത്തെഴുതിയിരിക്കുന്നു, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. അപ്പോൾ ഈ ഹാനോക്കിനെ കുറിച്ച് നമ്മളിപ്പോ വായിച്ച ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച ഹാനോക്കിനെ പ്രസവിച്ചെന്ന് പറയുമ്പോൾ ഈ ഹാനോക്ക് 7-ാം തലമുറയിൽ വരുന്നവനല്ല. അപ്പോൾ ഹാനോക്കുമാർ അനവധി വേദപുസ്തകത്തിനകത്ത് കാണുവാൻ സാധിക്കും. അത് തെറ്റിപ്പോകാതിരിക്കുവാനാണ് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത് 7-ാമനായ ഹാനോക്ക്. ഈ 4-ാം അധ്യായത്തിൽ കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഒരു ഹാനോക്കിനെ പ്രസവിച്ചു. ആ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവൻ എല്ലാവർക്കും പിതാവായി തീർന്നു എന്നൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവിടെ അവന്റെ പേരിൽ ഒരു പട്ടണം പണിയുന്നുണ്ട്. ആ പട്ടണം, അവന്റെ പേരിൽ പട്ടണം പണിയുന്നതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, തന്റെ മകന്റെ പേര് നിലനിൽക്കുവാൻ വേണ്ടി അവനൊരു പട്ടണം പണിത് ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. നമുക്കറിയാം, ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനം മേടിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം എടുത്താൽ മക്കളുടെ പേരുകൾ നമ്മൾ എഴുതാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? തങ്ങളുടെ നാമം, തങ്ങളുടെ പാരമ്പര്യം നിലനിൽക്കുവാനും മറ്റുള്ളവർ അറിയുവാനും വേണ്ടിയാണ്. അവരൊരു ഗോപുരം പണിത് ഗോപുരത്തിന് പേരിട്ടെന്ന് പറഞ്ഞാൽ തങ്ങളെ തന്നെ കാണിക്കുവാനാണ്, തങ്ങളുടെ കുടുംബത്തിന് മഹത്വം കാണിക്കുവാൻ, തങ്ങളുടെ മകന്റെ പേര് ഉയർന്നു നിൽക്കുവാൻ വേണ്ടി. അങ്ങനെ എല്ലാറ്റിന്റെ മേലും തങ്ങൾ ഉയർന്നു നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ പട്ടണം പണിത് പട്ടണത്തിന് പേരിട്ടത്. പക്ഷെ എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ഹാനോക്കിനെ നമുക്ക് ആർക്കും അത്ര പരിചയമല്ല. ഈ ഹാനോക്കിനെ നമുക്ക് അത്ര ആർക്കും പരിചയമല്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തമായി ഉയരുവാൻ, സ്വന്തമായി ഒരു പേരുണ്ടാക്കുവാൻ നാം എന്തെല്ലാം ശ്രമിച്ചാലും പ്രിയപ്പെട്ടവരെ അതെല്ലാം പരാജയമാണ്. സ്വന്തം പേര് നിലനിർത്തുവാൻ, സ്വന്തം പേര് മറ്റുള്ളവർ അറിയുവാൻ നാം എന്തെല്ലാം രീതിയിൽ പരിശ്രമിച്ചാലും അതെല്ലാം പരാജയമാണ്. എന്നാൽ നാം പരിചയപ്പെടുത്തുന്ന ഈ ഹാനോക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ, അവിടെ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഹാനോക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ ഹാനോക്ക് ഒരു പട്ടണം പണിതില്ല, തന്റെ പേരിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വേദപുസ്തകവും വായിക്കുന്ന ഏവർക്കും ഈ ഹാനോക്കിനെ നല്ല പരിചയമാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോടുകൂടി നടക്കുകയാണെങ്കിൽ, ദൈവത്തോടൊപ്പം നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മെ ഉയർത്തുവാൻ മതിയായവരാണ് ഈ ദൈവം. അതിനു വേണ്ടി നാം മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നാം ദൈവത്തോടു കൂടിയാണ് നടക്കുന്നത്, നാം വിശ്വസ്തയോടുകൂടി ദൈവത്തെ അനുഗമിക്കുന്നവരാണോ, നിശ്ചയമായും നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉയർത്തുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. നമ്മളിവിടെ വായിച്ച ഉൽപ്പത്തി വായിച്ച 4-ാം അധ്യായത്തിൽ വായിച്ച ഹാനോക്കിന്റെ മകൻ അവൻ അറിയപ്പെടുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. നമുക്കറിയാം, ഇത് ലോകത്തിൽ തങ്ങളെ തന്നെ കാണിക്കുവാൻ, തങ്ങളെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. വിഭാഗത്തെ കാണുവാൻ സാധിക്കുമ്പോൾ ഇവിടെ ഹാനോക്ക് താൻ ദൈവത്തെയാണ് ഉയർത്തുവാൻ ശ്രമിച്ചത്. തന്നെ ഉയർത്തുവാൻ, തന്നെ കാണിക്കുവാൻ അവനൊന്നും ചെയ്തില്ല. വേദപുസ്തകത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം അവിടെ ദൂതന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ, സെറാഫുകൾ കുറിച്ച് വായിക്കുമ്പോൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നെന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം, 2 കൊണ്ട് മുഖം മൂടി. ദൈവത്തിന്റെ മുമ്പാകെ വരുമ്പോൾ മാത്രമാണ്, ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആരാണെന്നും എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൂതന്മാർ മുഖം മറച്ചത്? ദൈവത്തിന്റെ മുമ്പാകെ തങ്ങളെ കാണിക്കുവാൻ പറ്റുന്നതല്ല. ഈ ബോധ്യം ഉണ്ടായത് ദൈവസന്നിധിയിൽ നിന്നത് കൊണ്ടാണ്. അപ്പൊ ദൈവത്തിന്റെ
സന്നിധി ആയിരിക്കുമ്പോൾ മാത്രമാണ് തങ്ങളെ തന്നെ കാണിക്കാതെ ദൈവത്തെ കാണിക്കുവാൻ നാം ശ്രമിക്കുന്നത്. നമുക്ക് മടങ്ങി വരാം. ഹാനോക്ക് അവിടെ എങ്ങനെ ജീവിച്ചു? ദൈവത്തോടുകൂടി നടന്ന് ജീവിച്ചു. നോക്കണം പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായത്തിൽ നാം വായിച്ചില്ലേ? ആ 4-ാം അധ്യായത്തിന്റെ 26 വരുമ്പോൾ നമുക്കവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ഒരു കയീന്റെ ആ സന്തതി പരമ്പരയിൽ ഹാനോക്കിന്റെ ആ പരമ്പര നമുക്ക് കാണാൻ സാധിക്കും. ആ പരമ്പരയിൽ ശപിക്കപ്പെട്ട സന്താനങ്ങളെ കുറെ കാണുവാൻ സാധിക്കും. വാളെടുക്കുന്നവരും വെട്ടുന്നവരുമായിട്ട് 4-ാം അധ്യായത്തിന്റെ 16 താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. എന്ന് വെച്ചാൽ മോശമായിരിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് ഇവിടെ നാം പരിചയപ്പെടുത്തുന്ന ഹാനോക്ക് എന്ന പ്രിയപ്പെട്ടവർ ജീവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വളരെ മോശമായിരിക്കും തലമുറ. വാളെടുക്കുന്നവർ, കൊല്ലുന്നവർ, കൊട്ടേഷൻ സംഘക്കാർ എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിന്റെയൊക്കെ മധ്യത്തിൽ മറ്റൊരു ഭാഗത്ത് ഹാനോക്ക് എന്ന് പറയുന്നവൻ ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തോടുകൂടി നടക്കുവാൻ സാഹചര്യങ്ങൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പലപ്പോഴും പറയാറുണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആയിപ്പോയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയിപ്പോയത്. സോറി, പലരും പറയാറുണ്ട്, എനിക്കിങ്ങനെ എന്റെ ജീവിത സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി, അല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുമ്പോൾ നാം വായിച്ച ഹാനോക്ക് എന്ന് പറയുന്ന ദൈവത്തോടുകൂടി നടന്ന ഈ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ നമ്മോട് പറയുന്നു, നിന്റെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, നീ മനസ്സ് വയ്ക്കാൻ തയ്യാറായാൽ ദൈവത്തോടുകൂടി നിനക്ക് നടക്കുവാൻ സാധിക്കും. കാരണം കയീന്റെ ശപിക്കപ്പെട്ട സന്തതി പാപത്തിൽ കുളിച്ച് മുഴുകി ജീവിക്കുന്ന അതേ പശ്ചാത്തലത്തിൽ, അതേ കാലഘട്ടത്തിൽ, അതേ സാഹചര്യത്തിൽ മറുഭാഗത്ത് വിശുദ്ധനായി ദൈവത്തോടൊപ്പം ഹാനോക്ക് നടക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ സാഹചര്യത്തിൽ അപ്പുറമായി ദൈവത്തോട് നടക്കുവാൻ നാം മനസ്സ് വെക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നാം എത്തിക്കേണ്ട സ്ഥലത്ത് ഈ ദൈവം നമ്മെ എത്തിക്കുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നടക്കുവാൻ സാഹചര്യങ്ങൾ നമുക്കൊരു പരിമിതിയല്ല എന്നുള്ളതാണ് നമുക്ക് ഹാനോക്കിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഹാനോക്ക് ലോകമറിയാൻ അവൻ ശ്രമിച്ചില്ല, ലോകത്തിൽ അവൻ ആളാകാൻ ശ്രമിച്ചില്ല. പക്ഷേ നാം വായിച്ച മറ്റൊരു ഹാനോക്ക്, അവനും അവന്റെ കുടുംബവും ലോകത്തിൽ മാന്യനായി തീരുവാൻ ശ്രമിച്ചു. എന്ത് സംഭവിച്ചു? അവനെ അറിയാതെ പോയി ഹാനോക്കിന് എല്ലാവരും പറഞ്ഞു. കാരണം അവൻ ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി. ഹാനോക്ക് ദൈവത്തെ കുറിച്ച് സംസാരിച്ചു. അവൻ ദൈവത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അവൻ ദൈവത്തെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് അവനെ കുറിച്ച് ലോകത്തോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നാം ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണെങ്കിൽ, നാം ദൈവത്തെ ഉയർത്തുന്നവരാണെങ്കിൽ നമ്മെ ഈ ലോകത്തിന്റെ മധ്യേ കർത്താവ് ഉയർത്തും. നാം അവിടുന്ന് മാറ്റപ്പെട്ടാലും നമ്മെ കുറിച്ച് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കും. ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്ന എങ്ങനെയാണ്? ദൈവം അവനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവന്റെ ജീവിതത്തെ അവൻ ദൈവത്തെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ ആരെയാണ് നാം ഉയർത്തുന്നത്? നമ്മെ തന്നെയാണ് ഉയർത്തുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഉയരാൻ കഴിയുന്നത്. പത്രോസ് ലേഖനത്തിൽ കാണുവാൻ സാധിക്കും, തന്നെത്താൻ ഉയർത്തുന്നവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും. ഇവിടെ ഹാനോക്ക് ദൈവത്തെ ഉയർത്തി, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ഓരോ ദിവസം 365 വർഷം, 300 വർഷം ദൈവത്തോട് നടന്ന്. അപ്പോ ഹാനോക്കിന് മക്കളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ദൈവത്തോടുകൂടി നടക്കുവാൻ കർത്താവ് നടന്നു. ഹാനോക്കിന്റെ ജീവിതത്തിൽ ദൈവത്തോട് നടക്കുവാൻ മക്കളോ ഭാര്യയോ തടസ്സമല്ല. ഇന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി കുടുംബത്തെ വിട്ടുകൊണ്ട്, മക്കളെ വിട്ടുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. സന്യാസ ജീവിതം, അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഹാനോക്കിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ കുടുംബ ജീവിതം, നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇതൊരു തടസ്സമല്ല. മോശമായിരിക്കുന്ന കാലഘട്ടം അതൊരു തടസ്സമല്ല. ഇതിന്റെയൊക്കെ മധ്യത്തിലും ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. 300 വർഷം ദൈവത്തോടുകൂടി നടന്നു, 1-2 അല്ല. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ദൈവത്തോടുകൂടി നടക്കുക എന്ന് പറയുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ് യോഗം കഴിയുമ്പോൾ 3-4 ദിവസമായിരിക്കും. എന്നാൽ
നിരന്തരമായി 300 ദിവസവും ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. ഹാനോക്കിന്റെ ജീവിതത്തിൽ ഈ 365 വയസ്സ് വരെ ഹാനോക്ക് ദൈവത്തോട് നടന്ന്, എന്നാൽ 67-ാമത്തെ വയസ്സിലോ 70-ാമത്തെ വയസ്സിലോ ദൈവത്തിന് ഹാനോക്കിന് എടുക്കാമായിരുന്നു. എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു മറുപടി ഇങ്ങനെയാണ്. തന്റെ ജീവിതത്തിൽ ഇനിയും ത്യജിക്കേണ്ടതായിരിക്കുന്ന, ഇനിയും മാറേണ്ടതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഭക്തിവിരുദ്ധമായ പ്രവൃത്തികൾ തന്നിൽ ഉണ്ടായിരുന്നു. ആ പ്രവൃത്തികൾ മാറി 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 നാം ദൈവത്തെ പോലെ ആയി എന്ന് സ്വർഗം കണ്ടപ്പോഴാണ് അവൻ എടുത്തുകൊണ്ടത്. എന്ന് വെച്ചാൽ 300 വർഷവും ദൈവത്തോടുകൂടെ ഹാനോക്ക് നടക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ മാറേണ്ടതായിരിക്കുന്ന പലതും ഉണ്ടായിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പോൾ കർത്താവ് എടുത്തു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്നേക്കാൾ ഭക്തന്മാർ, നമ്മളെക്കാൾ ഒത്തിരി ആൾക്കാർ നമ്മെ വിട്ട് കടന്നു പോയെന്ന്. പലപ്പോഴും നമ്മൾ ദുഃഖത്തോട് പറയുന്നു, കോവിഡ് വന്ന്, മാരകമായിരിക്കുന്ന കോവിഡ് വന്നിട്ട് 2 കോടി ജനങ്ങളെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയപ്പോഴും കർത്താവേ നീ എന്നെ ഇവിടെ ശേഷിപ്പിച്ചല്ലോ എന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഓർക്കണം, അവരെ കൊണ്ടുപോയത് അവർ തികഞ്ഞവരായതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭൂമിയിൽ ആയിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ തികഞ്ഞിട്ടില്ല. ഞാനും നിങ്ങളും ഇതുവരെയും ദൈവത്തിന്റെ ഒത്തവണ്ണം ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ നമ്മൾ തികയുമ്പോൾ നമ്മയും കർത്താവ് കൊണ്ടുപോകുകയായിത്തീരും. അപ്പോൾ ഹാനോക്കിന്റെ ജീവിതം 300 വർഷം നടക്കുവാനുള്ള കാരണം, ആ 300 വർഷവും ഭക്തിവിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തികൾ തന്നിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും നമുക്കറിയാം, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒറ്റടിക്ക് മാറുന്നതല്ല. ഒറ്റടിക്ക് എല്ലാം വിട്ടുപോകത്തില്ല. പലതും പലപ്പോഴായി ദൈവവചനം ശുദ്ധീകരിക്കുകയും ദൈവവചനം താക്കി നൽകി അങ്ങനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. അങ്ങനെയുള്ള ജീവിതത്തിൽ ഉടമയായിരുന്ന ഓരോ ദിവസവും ദൈവത്തോട് നടന്ന് തന്നെ തന്നെ ശുദ്ധീകരിച്ചു ദൈവത്തിന്റെ ഹൃദയത്തിന് വഹിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നുകൊണ്ട് അവനെ കണ്ടില്ല. ദൈവത്തോടുകൂടി നടന്നപ്പോൾ അവൻ ഇല്ലാതെയായി. നമ്മളങ്ങനെ വായിക്കുന്നു, അവൻ ദൈവത്തോട് നടന്ന് അവൻ ഇല്ലാതെയായി. അപ്പൊ അവൻ ഇല്ലാതെയാകുവാൻ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെയാകുവാൻ ദൈവത്തോട് നടക്കണം. പലപ്പോഴും നമുക്ക് ഞാൻ മുന്നിലേക്ക് വരാറുണ്ടല്ലേ, ഞാൻ പറഞ്ഞിട്ടാണ് അത് ചെയ്തത്, ഞാനാണ് അങ്ങനെ കാണിക്കുന്നത്, ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നത് ഞാൻ മാറണമെങ്കിൽ വായിക്കും, ദൈവത്തോടുകൂടി അവൻ നടന്നു, അവൻ ഇല്ലാതെയായി. അപ്പൊ അവൻ എന്നുള്ള ഇല്ലാതെയാകണമെങ്കിൽ ദൈവത്തോടുകൂടി നടന്നാൽ മതി. ദൈവത്തോടുകൂടി നടക്കുന്നത് കൊണ്ട് അവൻ ഇല്ലാതെയായെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും ഹാനോക്ക് ദൈവത്തോട് നടക്കുമ്പോൾ ദൈവം ഹാനോക്കിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കുറവുകളും ഓരോ അവന്റെ വാക്കുകളും കർത്താവ് കറക്റ്റ് ചെയ്ത് അവൻ ദൈവത്തിന്റെ ഹൃദയത്തിന് ഒത്തവണ്ണം, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലായി കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ എടുത്തുകൊണ്ട്. കൂടെ നടക്കുന്നവൻ സാക്ഷ്യമുള്ളവനായിരുന്നു. അവൻ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചു. നമുക്ക് നാട്ടുകാരിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കാൻ പറ്റും, കൂടെ നടക്കുന്നവനെ കുറിച്ച് നിന്നും സാക്ഷ്യം പ്രാപിക്കാൻ പറ്റും. പക്ഷെ ദൈവം ദൈവം നമ്മെ കുറിച്ച് എന്ത് പറയുന്നു? നാട്ടുകാർ നമ്മെ കുറിച്ച് പറയും, ഇപ്പൊ എന്നെ കുറിച്ച് എന്നെ അയൽവക്കത്തുള്ള ഒരാൾക്കാരൊക്കെ നല്ലതൊക്കെ പറയും, സ്നേഹിതന്മാരും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ പറയും. പക്ഷേ ദൈവം നമ്മെ കുറിച്ച് എന്ത് പറയുന്നു? ഹാനോക്കിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ഹാനോക്കിന്റെ ഭാര്യയല്ല, ഹാനോക്കിന്റെ മക്കളല്ല, ഹാനോക്കിന്റെ നാട്ടുകാരല്ല, ഇല്ലാഞ്ഞിട്ടല്ല. സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം. കാരണം മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് നല്ല വാക്കുകൾ വാങ്ങിച്ചെടുക്കുവാൻ അവരെ കൊണ്ട് പറയിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കുമായിരിക്കാം. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് നമുക്ക് ആവശ്യം. ദൈവം ഹാനോക്കിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതും ദൈവം തന്നെയായിരിക്കട്ടെ. മറ്റുള്ളവരോട് സാക്ഷ്യം പറയുന്ന നല്ല കാര്യമാണ്. പക്ഷെ നമ്മെക്കുറിച്ച് പറയുന്ന ആ നല്ല സാക്ഷ്യം ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത്, അതാണ് ദൈവസ്ഥലിൽ ഏറ്റവും വിലയേറിയതായിരിക്കുന്നത്. ദൈവസ്ഥലിൽ ഏറ്റവും വിലയേറിയതായിരിക്കുന്നത് ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. നോക്കണമേ, ഹാനോക്കിന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല സാഹചര്യം ആരും ഒരുക്കി കൊടുത്തില്ല, നാട്ടുകാർ ഒരുക്കി കൊടുത്തില്ല. അവൻ ദൈവത്തിന്റെ പൈതലല്ലേ.
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല സാഹചര്യം അവൻ ഒരുക്കി കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഞാനും നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ ഒരു സാഹചര്യം ആരും ഒരുക്കി തരത്തില്ല. കഴിവതും നമ്മുടെ വിശ്വാസം തെറ്റിക്കുവാൻ വേണ്ടി, വിശ്വാസം തള്ളിക്കളയുവാൻ വേണ്ടി, വിശ്വാസം ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ആയിരിക്കുന്ന എനിക്കറിയാം. പക്ഷെ എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഹാനോക്കിന് ഉണ്ടായിട്ടും സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകാതെ അവൻ തനിക്ക് നല്ല സാഹചര്യം ഒരുക്കി കിട്ടിയില്ല എന്നൊരു പരാതി പറയുന്നില്ല. മറിച്ച് കിട്ടിയ സാഹചര്യത്തിലും അവൻ ദൈവത്തോടു കൂടി നടന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ മറ്റാരും ഒരുക്കി തരികയില്ല. ഒരാളും നമുക്ക് അതിനോട് ഒരുക്കി തരാറില്ല. എന്നാൽ നാം ദൈവത്തോടുകൂടി നടക്കുവാൻ നാം മനസ്സ് വെച്ചാൽ അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരും. ദൈവം ഒരുക്കി തരും. നമ്മൾ മനുഷ്യർ ഒരുക്കി തരുമെന്ന് വിചാരിക്കരുത്. പക്ഷെ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ അതിനനുകൂലമായിരിക്കുന്ന വഴികളും സാഹചര്യങ്ങളും ദൈവം ഒരുക്കി നമുക്ക് തരും. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നാം അറിയണമെന്നാണ്, അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അവൻ അറിയാമായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തനിക്കറിയാം. അത് ദൈവത്തോട് നടന്നപ്പോൾ ദൈവം ഒരു വെളിപ്പെടുത്തി കൊടുത്തു. അത് ദൈവത്തിന്റെ മാനവടത്തിൽ ഇരിക്കുമ്പോൾ ദൈവം മനസ്സിലാക്കി കൊടുത്ത്, ദൈവത്തോട് നടക്കുമ്പോൾ ദൈവം ഒരു സംസാരിച്ചു. അങ്ങനെ സ്നേഹിതന്മാരായി തീർന്നപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ സ്നേഹിതന്മാരായിരിക്കുന്നവർക്ക് പരസ്പര ഇഷ്ടങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്ന ആ ഹാനോക്ക് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചു. പ്രിയരെ, നാം ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പറ്റിയ ഒരു നല്ല അന്തരീക്ഷമല്ലെങ്കിലും ദൈവ ഇഷ്ടം മനസ്സിലാക്കിയാൽ ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. നാം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് അവൻ ജനിപ്പിച്ചു, ജീവിച്ചു, മരിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നത് ആദാമിന്റെ വംശപാരമ്പര്യം വന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവന് ക്ഷേത്രത്തിന് പേരിട്ട് ക്ഷേത്രം ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചു, പുത്രന്മാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു എന്ന് വായിച്ച് താഴോട്ട് വരുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 സംവത്സരം ജീവിച്ചു എന്ന് പുത്രന്മാരെയും ജനിപ്പിച്ചു. യാരദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിനെ 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഖനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ജനിപ്പിച്ചു, ജീവിച്ചു, മരിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അവൻ ദൈവത്തോടുകൂടെ നടന്നു എന്ന് നാം വായിക്കുന്നു. ആ 24-ാമത്തെ വാക്യത്തിൽ ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവമല്ലേ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നത്? ദൈവത്തോടുകൂടി നടന്ന് ദൈവം എടുത്തുകൊള്ളപ്പെടുന്ന ഒരു അനുഭവമാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ ആരോടുകൂടിയാണ് നടക്കുന്നത്? ആരോടുകൂടി നടക്കുന്നു? നാം നടക്കുന്നവരുടെ സ്വഭാവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ദൈവത്തോടുകൂടിയാണ് നടക്കുന്നതെങ്കിൽ ദൈവിക സ്വഭാവങ്ങൾ, ചിന്തകൾ നമ്മൾ കാണുവാൻ സാധിക്കും. ലോകത്തോടുകൂടി നടന്നാൽ ലോകത്തിന്റെ സ്വഭാവങ്ങളും അതിൻ്റെതായിരിക്കും ലക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഈ പകൽ പറയട്ടെ, നമുക്ക് ദൈവത്തോടുകൂടി നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവം എടുത്തുകൊണ്ട് എന്ന് നാം ഹാനോക്കുറിച്ച് വായിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം ജീവിക്കുവാൻ, ഈ അനുഭവത്തിൽ കൂടി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തോടു നടന്നതിനാൽ ദൈവം അവൻ എടുത്തുകൊണ്ടു. ദൈവത്തോടുകൂടി നടന്ന് കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ ദൈവത്തോടുകൂടി നടന്ന് ദൈവം എടുത്തുകൊള്ളപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന ബഹുമാന കർത്താവിന്റെ ദാസന്മാർ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ പ്രഭാഷണത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാർ.